നമസ്കാരം. അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും എന്താണ് കാണിക്കുന്നത് എന്ന് പലർക്കും മനസ്സിലാകാത്ത തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ ദീർഘദൂര മിസൈൽ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ ഉക്രൈന് അനുമതി നൽകുകയും യുക്രൈൻ അത് പ്രയോഗിക്കുകയും ചെയ്തതിന്റെ പ്രതികാരമായിട്ടാണ് ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ റഷ്യ ഉക്രൈന് നേരെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇനിയും ഈ തെറ്റ് നാറ്റോ രാജ്യങ്ങൾ തുടർന്നാൽ ആണവ പോർമുന ഘടിപ്പിച്ച് ആക്രമിക്കും എന്നാണ് റഷ്യ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പ് റഷ്യൻ പ്രസിഡന്റ് നൽകിയിട്ടും അമേരിക്കൻ സഖ്യകക്ഷികൾ വീണ്ടും ഇപ്പോൾ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. പ്രമുഖ നാറ്റോ സഖ്യകക്ഷിയായ ഫ്രാൻസാണ് ദീർഘദൂര മിസൈൽ ആക്രമണത്തിന് യുക്രൈന് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. യുക്രൈന് ഫ്രാൻസ് നൽകുന്ന പിന്തുണയിൽ റെഡ് ലൈൻ ഇല്ല എന്നാണ് ഫ്രാൻസ് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബരോട്ട് പറയുന്നത്. അന്താരാഷ്ട്ര അംഗീകാരമുള്ള റഷ്യൻ പ്രദേശത്തെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈൻ ഫ്രഞ്ച് മിസൈലുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. BBC സംപ്രേഷണം ചെയ്യുന്ന ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം ഫ്രാൻസ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അഭിമുഖം പുറത്തു വരും മുൻപ് തന്നെ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് പ്രമുഖ റഷ്യൻ മാധ്യമമായ റഷ്യ ടുഡേ ആണ്. 2022 റഷ്യൻ ഫെഡറേഷനിൽ ചേർന്ന ക്രിമിയയിലെയും റഷ്യയുടെ കൈവശമുള്ള 4 മുൻ യുക്രൈനിയൻ പ്രദേശങ്ങളിലെയും ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇതിനകം തന്നെ അജ്ഞാതമായ നിരവധി സ്കാൽപ് EG ക്രൂസ് മിസൈലുകൾ ഫ്രാൻസ് യുക്രൈന് നൽകിയിട്ടുണ്ട്. ബ്രിട്ടൻ നൽകിയ അനുമതിയെ തുടർന്ന് യുക്രൈൻ പ്രയോഗിച്ച സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്ന ദീർഘദൂര മിസൈൽ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സംയുക്ത സംരംഭത്തിൽ പിറന്ന ക്രൂയിസ് മിസൈലാണ്. ഈ മിസൈൽ പ്രയോഗിച്ചതിന് ബ്രിട്ടൻ നിലവിൽ റഷ്യൻ ഭീഷണി നേരിടുകയാണ്. അമേരിക്കൻ ബ്രിട്ടൻ ദീർഘദൂര മിസൈൽ ആക്രമണത്തിന് യുക്രൈനിയൻ നഗരമായ നെപ്രോപെട്രോസ്കിലെ സൈനിക വ്യാവസായിക കേന്ദ്രം ഒരു പുതിയ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചുകൊണ്ട് റഷ്യ നൽകിയ മറുപടിയുടെ ഭീതിയെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതാണ്. ആണവശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈൽ വഴി ഓർഷനിക് മിന്നൽ വേഗതയിൽ ഒന്നിലധികം വാർഹെഡുകൾ പായിച്ച റഷ്യ ഇനി ഒരാക്രമണം റഷ്യക്ക് നേരെ നടന്നാൽ മിസൈലിൽ ആണവ പോർമുന ഘടിപ്പിച്ച് തിരിച്ചടിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഈ മിസൈലുകൾ റഷ്യ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആണവായുധം കൈവശമുള്ള രാജ്യമാണ് റഷ്യ. ഭൂമിയെ തന്നെ ചുട്ടുചാമ്പലാക്കാൻ കഴിയുന്ന സാത്താൻ 2 എന്ന ഏറെ അപകടകാരിയായ ആണവായുധവും റഷ്യയുടെ പക്കൽ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ഈ രാജ്യങ്ങളെ റഷ്യ ആക്രമിക്കാനുള്ള സാധ്യത ഏറെയാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന നിലപാടായാണ് ഫ്രാൻസിന്റെ നിലപാടിനെ നയതന്ത്ര വിദഗ്ധർ ഉൾപ്പെടെ നോക്കിക്കാണുന്നത്. അതേസമയം റഷ്യക്കെതിരെ തങ്ങളുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കരുത് എന്ന കർശന നിർദ്ദേശം ജർമ്മനിയും ഇറ്റലിയും യുക്രൈന് നൽകിയിരിക്കുകയാണ്.